ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ജസ്റ്റിൻ്റെയും ചിന്നുവിൻ്റെയും വെഡ്ഡിങ് കഴിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് തരുന്ന ഒരു ട്രീറ്റാണ് കേട്ടോ. അവർ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ചിന്നു നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റിന് അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാർട്ടി, അതായത് നമ്മുടെ ഷാർജ സ്പോട്ട് ഗ്രില്ല് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞൊരു ഇൻ്റർവ്യൂ വീഡിയോ എടുത്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കാണുന്നില്ല. എനിക്കൊന്ന് ഇന്നലെയൊക്കെ ഞാൻ കുറേ വീഡിയോസ് കളഞ്ഞിരുന്നു. മേ ബി അതിൽ പോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതാ നമ്മൾ വന്നിരുന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് സാറ്റായിട്ട് ചിക്കൻ സൂപ്പാണ് കേട്ടോ തന്നിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഷോപ്പിലെ ആൾക്കാരും ഫാമിലീസുമാണ് കേട്ടോ, വേറെ പുറത്തുനിന്നൊന്നും ആരുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു എന്താ പറയുക, കടിച്ചു പറിക്കാൻ വേണ്ടി ചിക്കൻ പോപ്കോൺ തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ നമ്മുടെ സാറാക്കുട്ടിയുടെ ബർത്ത്ഡേയും അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമൊക്കെ ഇവരുടെ ഷോപ്പിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തേത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഇപ്പം നമ്മൾ പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് ഇറങ്ങിപ്പോന്ന് ജസ്റ്റ് ഇങ്ങോട്ട് പോവാണോ എന്തോ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് നമുക്കൊരു സീറ്റ് അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ചെയ്തു തരും. അപ്പോൾ ഇതിന് പാർട്ടി ഹോളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറക്കുട്ടി അവിടെ ഫ്രണ്ടിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഫുഡ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടാണ് വന്നത്, കാരണം അവിടെ കാര്യമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഫുഡുകളൊന്നും പൊതുവേ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അവൾക്ക് വീട്ടിൽ നിന്ന് ഓൾറെഡി അവൾക്ക് കൊടുക്കാണ്ടൊക്കെ കൊടുത്തിട്ട് വന്നു. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ ഞാനൊരു കുറച്ച് പൊറോട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അത് വേറൊരു മൈൻഡിലാണ് കേട്ടോ അവളിരിക്കുന്നത്. അപ്പോൾ അവളെ നമ്മൾ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അവളവിടെ ഇഷ്ടത്തിന് നിന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രിൽഡ് ചിക്കനും അതിൻ്റെ ബട്ടർ നാനും പൊറോട്ടയും പിന്നെന്തായിരുന്നു ചില്ലി ബീഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു ഫുഡിൻ്റെ കാര്യമൊന്നും പറയേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നല്ല അറഞ്ചും പുറഞ്ചും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ ബട്ടർ നാനെ പറ്റി പറയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് ഞുള്ളി എടുത്തിട്ട് വരുന്നുമില്ല. ചവച്ചിട്ടും അങ്ങോട്ട് തീരുന്നുമില്ല. വേദന എടുക്കുന്ന പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് അച്ഛൻ എന്നോട് കളിയാക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചവച്ച് തരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു കുട്ടി കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു നല്ലൊരു ക്യൂട്ടായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ച് അത് അവർക്ക് കട്ട് ചെയ്യാനായിട്ട് കൊടുക്കുകയാണേ. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഇവർക്ക് ഷോപ്പിൻ്റെ വക കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിതാ കേക്കൊക്കെ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാറക്കുട്ടി അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവരുടെ മാനേജർ മോളാണത്. അപ്പം ഇവർ രണ്ടുപേരും ഏകദേശം സെയിം ഏജാണ് കേട്ടോ. ജസ്റ്റ് ഒരു മാസത്തെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. അപ്പോൾ അവർ സെറ്റായി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അവർ നല്ല ഓക്കെ ആയി. പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പലരും പലതാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, ഞാൻ
മിൻ്റ് ആയിരുന്നു കേട്ടോ, മിൻറ്റ് ലെമണാണ് പറഞ്ഞത്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടും, എല്ലാവർക്കും നമ്മുടെ ഓരോ സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് മിൻറ്റ് കുടിച്ചുകൊണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ് ഇനി ഇതിന് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയാം, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് തന്നു, ഞാൻ മിൻറ്റാണ് മേടിച്ചത് എന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മറ്റേ തുടിക്കുന്ന ഹാർട്ടൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ തംസപ്പ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കുട്ടി ടോക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ കുട്ടി വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബായ്.